കൊല്ലം കടക്കലിലെ CPIM കോൺഗ്രസ് സംഘർഷത്തിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം. കാറ്റാടിമുട്ടിലുള്ള കോൺഗ്രസ് പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു, കൊടിമരവും തകർത്തു. സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ ചെയ്യുന്നത്. സുജിത്ത്, ഒരു തുടർ സംഘർഷം ഒഴിവാക്കാനുള്ള ക്രമീകരണം ഉണ്ടോ? പോലീസൊക്കെ ഉണ്ടോ? സുജിത്, ഗുഡ് മോർണിംഗ്. അഷ്മി, സ്മിത, ചടയമംഗലത്തും അതുപോലെ തന്നെ കടക്കലിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് രണ്ടാമതും കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രിയിൽ ചടയമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് രാത്രി 11:30 കാറ്റാടിമൂട് കോൺഗ്രസിന്റെ കാറ്റാടിമൂട് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ഈ ഓഫീസ് അടിച്ചു തകർക്കുകയും അവിടുത്തെ കൊടിമരം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30 ശേഷമായിരുന്നു ആക്രമണം. കാറിലും ബൈക്കിലുമായി എത്തിയ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കടക്കലിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും CPIM-ന്റെയും പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. 2 കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ചിത്ര സ്വദേശികളായ സുൽഫീഖർ, സമി എന്നിവരാണ് റിമാൻഡിലായിട്ടുള്ളത്. CPM ബ്രാഞ്ച് സെക്രട്ടറി വിധുനെ കുത്തിയ കേസിൽ ഇന്നലെ ഈ സംഘർഷത്തിനിടയിലാണ് CPM-ന്റെ കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വിധുനെ കുത്തി പരിക്കേൽപ്പിച്ചത്. ആ കേസിൽ 5 കോൺഗ്രസ് നേതാക്കന്മാരെയും കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. അൻസർ അഹമ്മദ്, ഷമീർ, അതുപോലെ അമൽ തുമ്പമൺതൊടി, A2Z നിസാം, ഷമീർ കുമിൾ എന്നീ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ CPM-ലെ 24 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 10 പേരുടെ പേരുകളും അതുപോലെ തന്നെ 15 കണ്ടാലറിയാവുന്നവർക്കുമെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ തുടർ സംഘർഷങ്ങളുടെ സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. ഇന്നും സംഘർഷത്തിന്റെ ഓരോ സാധ്യതകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വലിയ രീതിയിലുള്ള പോലീസ് സംഘത്തെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഇന്ന് പരിക്കേറ്റവരെയും അതുപോലെ തന്നെ ഈ തകർത്ത പാർട്ടി ഓഫീസുകളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. വൈകിട്ട് CPM-ന്റെ വലിയ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹഷ്മി, സ്മിത.